ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റിയായ റെസിപ്പിയുമായിട്ടാണ്. മുട്ടയും ഗോതമ്പ് മാവും വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുമെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. ഇത് കറികളൊന്നുമില്ലാതെയും കഴിക്കാം. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. വളരെ സിമ്പിളായ ഈ റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതലും ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി ഇതിനെ ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കാം. നമ്മൾ ഗോതമ്പ് എടുത്ത അതേ കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയുടെ ചെറിയ തരികൾ കിടന്നാൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് കിട്ടിയിട്ടുള്ളത്. ഇതൊരു കറക്റ്റ് പാകമാണ്. ഇതിൽ കൂടുതൽ വെള്ളം ചേർക്കേണ്ടതില്ല. മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണുള്ളതെങ്കിൽ നമ്മുടെ റെസിപ്പി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അരച്ചെടുത്ത ഈ മാവിനെ ഒരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റാം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന രീതിയിലാണ് ഈ ഒരു റെസിപ്പിക്ക് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാൻ നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉഴുന്നുപരിപ്പും ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ കടുകൊക്കെ നന്നായി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. അതായത് 1 ടീസ്പൂൺ ജീരകമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ചെറിയ ജീരകമാണ് ചേർക്കേണ്ടത്. ഈ ജീരകവും ചെറുതായി ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 5-6 കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഇത് മൂപ്പിച്ചെടുക്കാം. നല്ലൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഉള്ളി നന്നായി വാടി ചെറിയൊരു ബ്രൗൺ കളർ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ലൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇപ്പോഴിതാ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ ഒരു താളിപ്പ് നല്ല രീതിയിൽ തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മാവിലേക്ക് ചേർക്കാം. ഉള്ളി ഫ്രൈ ചെയ്യുമ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അടുത്തതായി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു എരിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ചേർക്കാം. 1 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അടുത്തതായി ദോശത്തവ അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തവയിലേക്ക് മാവ് ഒഴിച്ച് പരത്തി കൊടുക്കാം. ഈ ഒരു മാവിൽ നല്ല കട്ടിയായിട്ടും ദോശ പരത്താം, അതല്ലാതെ നല്ല തിന്നായിട്ടുള്ള ദോശയും പരത്തിയെടുക്കാം. നല്ല സെറ്റായിട്ട് വരും. ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. കാരണം ഈ ദോശ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ചേർക്കുക. ഇനി ഒരു സൈഡ് നന്നായി മൊരിഞ്ഞ് വന്നതിന് ശേഷം ദോശ മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നന്നായി മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഈ തവയിൽ നിന്ന് ദോശ മാറ്റാം. ഇതുപോലെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് മറിച്ചിടാൻ പറ്റും. ഒട്ടും തന്നെ ഇത് ഒട്ടിപ്പിടിക്കുകയില്ല. ഇപ്പോഴിതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ദോശ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പറാണ്. ഒരു കറിയുടെ ആവശ്യമില്ല, വെറുതെ തന്നെ നമുക്കിത് കഴിക്കാം. അതുപോലെ ഇത് തയ്യാറാക്കി എടുക്കാനും വളരെ സിമ്പിളാണ്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. കൂടാതെ നമുക്കിത് ചായക്കൊപ്പവും കഴിക്കാം. കറികളുടെ ഒന്നിൻ്റെ ആവശ്യമില്ല, വെറുതെ കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കുവാണെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും, ഉറപ്പാണ്. അത്രയ്ക്കും ടേസ്റ്റും വളരെ എളുപ്പവുമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടമാകും.
വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി. അപ്പോൾ ഉറപ്പായിട്ടും കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നല്ല സോഫ്റ്റാണ്, കഴിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാനും നല്ല സൂപ്പർ റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ കറികളൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തക്കാളി ചട്നി, കാരച്ചട്നി അതിൻ്റെ കൂടെ ഒപ്പമൊക്കെ കഴിക്കാം. നല്ല കിടു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.